ഗൈസ്, വെൽക്കം ടു പ്രവീണാസ് വേൾഡ്. വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ റിച്ചുക്കുട്ടനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിപ്പിന് ഇറങ്ങിയതാണ് കേട്ടോ. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇവിടെ അടുത്ത് തന്നെ iDrive-ലോട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. അടിപൊളി ഒരു പാർക്കായിരുന്നു കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാ ഇങ്ങനത്തെ ഡ്രൈവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും റിച്ചുക്കുട്ടനെ കയറ്റാൻ പറ്റത്തില്ല. ഇതിൽ ഭൂരിഭാഗം സാധനങ്ങളിൽ റിച്ചുക്കുട്ടനെ കയറ്റാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അഡൾട്ട്സിന് വേണ്ടിയിട്ടും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. അതിലൊക്കെ പിന്നെ കൊച്ചിനേക്കാൾ വലിയ കുഞ്ഞുങ്ങളായിട്ടുള്ള കൊച്ചിൻ്റെ തന്തയും തള്ളയും കയറി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ കയറ്റാൻ പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ കയറ്റി അവനെ നല്ലോണം സന്തോഷിപ്പിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഗെയിം നമുക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ. നമുക്ക് ഗൺ ഷൂട്ടായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അങ്ങനെ റിച്ചുകുട്ടനും അവൻ്റെ അച്ചായും കൂടെ ആ ഗെയിം കളിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അതിങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. റിച്ചുകുട്ടൻ്റെ വിചാരം റിച്ചുകുട്ടൻ ഏതാണ്ട് വലിയ സംഭവം ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഗെയിമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ട് ഞാനും അതിലൊന്ന് കളിച്ചായിരുന്നു കേട്ടോ. ഫ്രീ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ അല്ലാണ്ട് ഉള്ള ഗെയിംസിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ 100 എക്സ്ട്രാ കൊടുത്തിട്ട് അടുത്ത ഗെയിം സെക്ഷനിലും റിച്ചുകുട്ടനും പിന്നെ ഇങ്ങനെ പന്തൊക്കെ എറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, അവനെ കൊണ്ട് പറ്റുന്ന പോലെ. അങ്ങനെ അതിലൊക്കെ കയറിയിട്ട് ഇവിടുത്തെ ടൈമിങ് വരുന്നത് 12 PM to 8 PM ആണ്. മൺഡേ ടു ഫ്രൈഡേ. സാറ്റർഡേ സൺഡേ അത് 9 PM വരെയുണ്ട്. 12 to 9 PM. പൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 PM കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ. ഈ മിറർ എക്സിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിം. എൻ്റെ ദൈവമേ, അതിൽ ആ ചേട്ടനും ആ പിള്ളേരും ഉള്ളതുകൊണ്ട്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവിടെ തല ഇറങ്ങി പടാരടങ്ങി ചത്തനെ വരുന്നത്. ഞാൻ റിച്ചുകുട്ടനോട് പറയായിരുന്നു, എടാ നമ്മൾ ഇതിനകത്തൊക്കെ തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ അച്ഛൻ നമ്മളെ കണ്ടുപിടിക്കടാ. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല പേടിയുണ്ടായിരുന്നു. അതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ആ പിള്ളേരും എല്ലാവരും കൂടെ ഇതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ റിച്ചുകുട്ടനെ കയറാൻ പറ്റുന്ന ആക്ടിവിറ്റീസിലൊക്കെ മാക്സിമം അവനെ കയറ്റി അവനെ എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കറങ്ങുന്നതിൽ അവന് വീഴാണ്ട് പിടിച്ചിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവനൊരു പേടിയില്ല. ഞാനോർത്ത് അവന് നല്ല പേടിയായിരിക്കും അവനിങ്ങനെ ഇതിൽ കറങ്ങാൻ വേണ്ടിയിട്ടെന്നൊക്കെ. പക്ഷെ അവനൊരു പേടിയില്ലായിരുന്നു. പിന്നെ ഈ ട്രെയിനിൽ ഇതിൽ കയറ്റിയപ്പോഴും ഞാൻ ഓർത്തു എൻ്റെ കുഞ്ഞ് കരയുമായിരിക്കും, ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഒച്ചയ്ക്ക് കേൾക്കുമ്പോൾ. പക്ഷെ നല്ല സ്ട്രോങ് ആൻഡ് ബ്രേവ് ആയിട്ടുള്ളൊരു കുട്ടിയാട്ടോ എൻ്റെ കുഞ്ഞ്. അവനപ്പം അതിൽ കയറിയിട്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഞാനും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റിന് ഒരു ഐസ്ക്രീം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ എന്തായാലും റിച്ചുകുട്ടനെ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരണം, ഇച്ചിരി കൂടെ വലുതായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ.